മാസ്റ്റർ പ്രഭാഷണം കഴിഞ്ഞ് ഭക്ഷണം എല്ലാവർക്കും പോകാം എന്ന് മാത്രം പറഞ്ഞത് മാഷെ പ്രഭാഷണത്തിനായി പ്രഭാഷണത്തിന് ക്ഷണിക്കും. റണ്ണേഴ്സ് ലൈബ്രറിയിലെ വായനാ പക്ഷാചരണ സമാപന യോഗം നമ്മൾ ചേർന്നിരിക്കുമ്പോൾ തന്നെ അതിന് വലിയ മഹത്തായ അർത്ഥമുണ്ട്. പ്രിയപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് സതീഷ് സാറ്, സെക്രട്ടറി നജീബ് സാറ്, ഏറെ പ്രിയപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പേര് പറയുന്നില്ല എന്ന് മാത്രം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ പക്ഷാചരണം, പക്ഷം എന്ന് പറഞ്ഞാൽ 2 ആഴ്ച കൂടുന്ന കാര്യത്തിനാണ് പക്ഷം എന്ന് പറയുന്നത്. പക്ഷെ 14 ദിവസമല്ല, നമ്മൾ 18 ദിവസം ആചരിച്ചു. കേരളത്തിലെ എല്ലാ ലൈബ്രറികളിലും ഈ പ്രക്രിയ നടന്നു. പ്രാദേശികമായിട്ട് പ്രവർത്തകരില്ലാത്തടത്തൊക്കെ ഇത്തിരി മോശമായിട്ടും പ്രവർത്തകർ നല്ലതായിട്ടുള്ളിടത്ത് ഇത് വളരെ ആഘോഷപരമായും നടന്നൊരു ചടങ്ങാണ്. അപ്പോൾ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇങ്ങനെയെല്ലാം നടക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ റണ്ണേഴ്സ് മാത്രം ആലോചിച്ച് ചെയ്യുന്ന ഒരു പ്രക്രിയയല്ല. കഷ്ടി 9000 ലൈബ്രറികൾ കേരളത്തിലുണ്ട്. 9000 ലൈബ്രറികൾ സജീവമായി പ്രവർത്തിക്കുന്നത് കേരളത്തിലുണ്ട്. പിന്നെ കോളേജ് ലൈബ്രറികൾ വേറെയുണ്ട്, യൂണിവേഴ്സിറ്റി ലൈബ്രറികൾ വേറെയുണ്ട്. ഇതിലൊന്നും പെടാതെ പോലെ നിൽക്കുന്ന തൃശ്ശൂർ പബ്ലിക് ലൈബ്രറി പോലെയുള്ള ലൈബ്രറികൾ വേറെയുണ്ട്. മതസംഘടനകളുടെ ലൈബ്രറികളുണ്ട്, സന്നദ്ധ സംഘടനകളുടെ ലൈബ്രറികൾ വേറെയുണ്ട്. ഇത് ഇന്ത്യയിലെ 60% ലൈബ്രറിയും കേരളത്തിലാണ്. ഇന്ത്യയിലെ ഗ്രാമീണ ലൈബ്രറികൾ, ഗ്രാമീണ വായനശാലകൾ എന്ന് പറയുന്ന ആശയം കേരളത്തിലും ബംഗാളിൽ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. PM പണിക്കർ മരിച്ച് ഈ വായനാ ദിനം ആചരിച്ചു തുടങ്ങിയപ്പോഴാണ് ഇങ്ങനൊരു വായനാ ദിനം, വായിക്കുന്ന പ്രക്രിയ ക്യാമ്പയിൻ ചെയ്യണമെന്ന് ദേശീയ ഗവൺമെന്റിന് തോന്നിയത്. അപ്പൊ കേരളത്തിൽ ആചരിച്ചു വന്നിരുന്ന വായനാ ദിനം ഒരു 5-6 കൊല്ലം മുമ്പാണ് ദേശീയ വായനാ ദിനമായി മാറുന്നത്. PM പണിക്കർ അനുസ്മരണ ദിനം ഇന്ന് ദേശീയ വായനാ ദിനമാണ്, നാഷണലാണ്. UGC, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ, ഈ ദേശീയ റീഡിംഗ് ഡേ, നാഷണൽ റീഡിംഗ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ കോളേജുകൾക്ക് ഇപ്പൊ ഫണ്ട് അനുവദിക്കുകയാണ്, ഗവൺമെന്റ് കോളേജുകൾ. ഇതെത്ര ആമുഖം പറഞ്ഞത് വേറൊന്നുമല്ല. കേരളീയർ
മലയാളികൾ വളരെ ബോധപൂർവം വളർത്തിയെടുത്ത ഒന്നാണ് വായന എന്ന് പറയുന്നത്. ഇപ്പോ നമുക്ക് ഈ റോഡുകളൊക്കെ കാണുമ്പോൾ ടാറിട്ടതും കോൺക്രീറ്റ് ചെയ്ത റോഡുകളാണ്. അന്നൊന്നല്ലാത്ത വായനശാല ഉണ്ടായത്. ചെമ്മൺ പാതകളിൽ, ചില ചായപ്പീടികയുടെ കോലായിൽ, ഉമ്മറങ്ങളിൽ, ചായിപ്പിൽ ഒക്കെയാണ് കേരളത്തിലെ വായനശാലകൾ ഉണ്ടായത്. ഞാൻ ഇങ്ങനെ പറയുന്നതൊന്നും എനിക്കും ഇഷ്ടമുണ്ടാവില്ല, നിങ്ങൾക്കും ഇഷ്ടമുണ്ടാവില്ല. ഞാനൊരു പാട്ട് വയ്ക്കാം, കുറച്ച് പാട്ട്. എനിക്ക് പാടാറിയാത്ത കാരണമാണ് ഞാൻ ഈ മൊബൈലിനെ ആശ്രയിക്കുന്നത്. ഇപ്പൊ അങ്ങനെയൊക്കെയാണല്ലോ രീതി, പഠന രീതി മാറി. അപ്പൊ പിന്നെ നമുക്കും അങ്ങനെ മാറില്ലേ നിവൃത്തിയുള്ളൂ. ഇപ്പൊ പാട്ടും പ്രസംഗവും ഒക്കെ ഒന്നിച്ചാണ് ഇപ്പോ ഞാൻ നിർത്തുകയാണ്. ഇത് നന്നായി കേട്ട് പരിചയമുള്ളൊരു അല്ലേ? കേട്ടിട്ടില്ലേ? മുമ്പ് കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല? വായനശാലയിൽ എല്ലാ മതക്കാരും വരും. അവിടേക്ക് പ്രത്യേക മതമായിട്ടൊരാള് വരരുത്, പ്രത്യേക വർഗീയ വേഷം കെട്ടി വരരുത്. ഇത് കേരളീയർ ഒരു ദിവസം കൊണ്ടുണ്ടാക്കിയതല്ല, ഒരു ദിവസം കൊണ്ടുണ്ടാക്കിയതല്ല. നമ്മുടെ പിതാമഹന്മാർ, അത് പി എൻ പണിക്കർ തൊട്ട് ഉള്ള, അല്ലെങ്കിൽ ഐ വി ദാസ് ഉൾപ്പെടെ, കെ ദാമോദരൻ ഉൾപ്പെടെ, പൊൻകുന്നം വർക്കി ഉൾപ്പെടെ, ഇടശ്ശേരി ഗോവിന്ദനാർ ഉൾപ്പെടെ ഒരു പരമ്പര ഉണ്ടാക്കിയ ഒരു സംസ്കാരമാണ് മതേതരം. എല്ലാ മതക്കാരും ഒന്നിച്ചു താമസിക്കുക. എല്ലാവരുടെ കഷ്ടപ്പാടും മനുഷ്യന്റെ കഷ്ടപ്പാടാണ്. ഇതിന് ഏറ്റവും പ്രചാരം നൽകിയ ഒരാളാണ് ഐ വി ദാസ്. തിരുവിതാംകൂറിൽ പി എൻ പണിക്കർ പണി ചെയ്യുമ്പോൾ മലബാറിൽ ഈ പണികൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഐ വി ദാസ്. അതുകൊണ്ടാണ് പി എൻ പണിക്കർ ദിനം മുതൽ ഐ വി ദാസിന്റെ ജന്മദിനം വരെ ലൈബ്രറി കൗൺസിൽ ഈ പക്ഷാചരണം നടത്താൻ തീരുമാനിച്ചത്. ഇതിന്റെ ഒട്ടനുബന്ധ പ്രവർത്തനങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ അനുസ്മരണ കാര്യങ്ങളുണ്ട്. അദ്ദേഹം 1932 ജൂലൈ 7 ജനിക്കുന്നത്. അദ്ദേഹം 21 വയസ്സിലെ അധ്യാപകനാണ്.
പാനൂര് ആണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല. പാനൂർ സ്കൂൾ അധ്യാപകന്റെ പണിയുടെ കൂടെ 10-28 കൊല്ലം സ്കൂൾ അധ്യാപകനായി. പിന്നെ VRS എടുക്കുകയും ചെയ്ത് സ്വയം വളണ്ടറിഷിപ്പ് എടുത്ത് CPM-ന്റെ പൂർണ്ണസമയ പ്രവർത്തകനും പാനൂർ ഏരിയ സെക്രട്ടറിയുമായി പ്രവർത്തിച്ചു. അന്ന് കാലത്ത് അദ്ദേഹം ഞാൻ നേരത്തെ പാടിയ പാട്ട് തന്നെയാണ്. പാനൂർ പ്രദേശത്ത് സോഷ്യലിസ്റ്റുകൾ ഭിന്നിക്കുകയും പഴയ ജനതാ പാർട്ടിക്കാർ പകുതി പേർ ജനതാ പാർട്ടിയായി തുടരുകയും പകുതി പേർ ജനസംഘത്തിന്റെ സജീവ പ്രവർത്തകരുമായി. പാനൂർ മേഖലയിൽ വലിയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട കാലത്താണ് ഇദ്ദേഹം ജാതി ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് മനുഷ്യനെ നയിക്കാൻ വായനശാലകൾക്ക് വലിയ പങ്കുണ്ട് എന്ന് പറഞ്ഞ വലിയൊരു ജാഥ തന്നെ മലബാറിൽ നടത്തി. കാസർഗോഡ് മുതൽ അങ്ങ് പാലക്കാട് വരെ ജാഥകൾ, വായന പ്രചരണ പ്രവർത്തനങ്ങളുമായി ജാഥകൾ നടത്തി. എന്തായാലും ഞാൻ പറഞ്ഞു വന്നൊരു പൊരുളുണ്ട്. ഇന്ന് കാണുന്ന വായനശാലകളുടെ ഗ്രാന്റ്, ലൈബ്രറിയന്റെ ഗ്രാന്റ്, വായനശാലകൾക്ക് കെട്ടിടം പണിയാനുള്ള കാശ്, ചിലയിടത്ത് സ്ഥലം വാങ്ങാനുള്ള കാശ്, ഇതൊക്കെ ആസൂത്രണം ചെയ്തത് അദ്ദേഹം സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറി ആയ കാലത്താണ്. നജീബ് സാറ് പറഞ്ഞു 10 വർഷക്കാലം അദ്ദേഹം സെക്രട്ടറിയായി തുടർന്നു. ഇതിലൊക്കെ രാഷ്ട്രീയ ചേരിതിരിവും ഒക്കെ ഉണ്ടായി. PN പണിക്കര് ഒരു വലതുപക്ഷ ചിന്താഗതിക്കാരനാണ്. അപ്പൊ തീർച്ചയായും ഇത് തമ്മിൽ ഇവർ രണ്ടുപേരും യോജിച്ചു പോകുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എങ്കിൽ പോലും ഇത് നമുക്കൊരു പുതിയ രീതി അദ്ദേഹം പഠിപ്പിച്ചു തന്നു. അതിന് EMS ഉൾപ്പെടെ ഒരുപാട് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സഖാക്കൾ അതിന് എന്ന് പറഞ്ഞാൽ ഒരു കൈത്താങ്ങ് നൽകിയിരുന്നു. അന്ന് വരെ 1980-കൾ വരെ വായനശാലകളിൽ ഭൂരിഭാഗവും വലതുപക്ഷ അല്ലെങ്കിൽ പ്രാമാണിക വർഗത്തിന്റെ ഒരു അലങ്കാരിക ഭാഗമായിരുന്നു. അതുകൂടി നമ്മുടെ ചരിത്രം നമ്മൾ ചേർത്തി പിടിക്കേണ്ടതാണ്. ഈ PN പണിക്കരുടെ കൂടെ നിന്നാണ് ഇദ്ദേഹം ഈ വായനശാലകളെ പൂർണ്ണമായും നവീകരിച്ച് എടുക്കുന്നത്. അത് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള വായനശാലകളായിരുന്നു കൂടുതലും വലതുപക്ഷ സ്വഭാവവും പ്രത്യേകിച്ച് എന്താ പറയാ സാമുദായിക പ്രമാണിമാർ നയിക്കുന്ന വായനശാലകളെ മാറ്റിയെടുക്കുന്ന പ്രക്രിയ അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടി വന്നു. എന്നാൽ മലബാറിൽ, പ്രത്യേകിച്ച് പഴയ മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായ മലബാറിൽ ഇത്രയും പ്രയാസങ്ങൾ ഉണ്ടായിരുന്നില്ല. ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. ദിനേശ് ബീഡി കമ്പനിയില് ദിനേശ് ബീഡി ഉണ്ടല്ലോ, അത് പുരോഗമന ആശയക്കാരൊക്കെ കൂടി ഉണ്ടാക്കിയ തൊഴിലിടമായിരുന്നു. തൊഴിലിടത്തിൽ ആളുകൾക്ക് സാംസ്കാരിക ബോധം അല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരാളെ കൂലിക്ക് വെച്ചു എന്നാണ്. എന്തിന് കൂലിക്കെന്തിനാ വെച്ചാൽ ബീഡി കെട്ടാനല്ല, ഉറക്കം നിന്ന് പത്രം വായിക്കാൻ. ഉറക്കം നിന്ന് പത്രം വായിക്കലാണ് അയാളുടെ ജോലി. അങ്ങനെ പല സെക്ടറായി തിരിച്ച് അയാള് പത്രം കൊണ്ടുപോയി ഉറക്കം വായിക്കുകയാണ്. അയാളുടെ ജോലി അതാണ്. ബീഡി തെറുകാരുടെ ശമ്പള വിഹിതം കൊടുത്തിട്ടാണ് ഈ പത്രവായനക്കാരൻ ഈ പല ബീഡി കമ്പനികളിലും പോയി പത്രം വായിച്ചിരുന്നത്. അപ്പൊ അതിന്റെ ആവശ്യമൊന്നും നമുക്കില്ല. ഇപ്പൊ കേൾക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ പുസ്തകങ്ങളൊക്കെ നെടുവീർപ്പിട്ടിരിക്കുക. IV ദാസ് പറഞ്ഞത് അവരൊക്കെ ഒന്ന് തുറന്നു വിട് എന്നാണ്, അല്ലേ? അപ്പൂട്ടൻ പള്ളിക്കുന്നിന്റെ EMSന്റെ ജീവചരിത്രം താഴെ ഇരിക്കുന്നുണ്ട്. ആരും തുടർന്നില്ല. കുമാരനാശാന്റെ കരുണ അവിടെ ഇരിക്കുന്നുണ്ട്, തുടരില്ല. വായിക്കൽ ഒരു സ്വയം നവീകരണ പ്രക്രിയയാണ്. അപ്പൊ പ്രായമായി കണ്ണ് കാണാൻ പറ്റില്ല, ഇതെല്ലാം ചില എക്സ്ക്യൂസാണ്. 10 പേജെങ്കിലും വായിച്ചാൽ ഇപ്പൊ നമ്മള് ഭക്ഷണം, നമ്മുടെ ഊർജമൊക്കെ കിട്ടുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ മാനസിക പക്വതയ്ക്ക്, ബുദ്ധിപരമായ പക്വതയ്ക്ക് വായന വളരെ അത്യന്താപേക്ഷിതമാണ്. വായിക്കാത്തവർക്ക് ഒരു അനുഭവം ഉള്ളോട്ടാ, വായിച്ചിട്ടില്ല എന്നുള്ള അനുഭവം. വായിക്കുന്നവർക്ക് അങ്ങനെയല്ല, വിവിധ ആളുകളുടെ അനുഭവമാണ്. ഇപ്പൊ OV വിജയന്റെ പുസ്തകമുണ്ട് ഖസാക്കിന്റെ ഇതിഹാസം. അതിൽ രവി മാഷാണ് ആദ്യമായിട്ടൊരു മാഷെ കഥാപാത്രമാക്കുന്ന നോവലാണ്.
അപ്പൊ രവിമാഷ അനുഭവിച്ച കാര്യങ്ങൾ, രവിമാഷ അവിടെ പ്രണയം ഉണ്ടാകുന്ന കാര്യങ്ങൾ, രവിമാഷെ അവിടെ മരിച്ചു വീഴുന്ന കാര്യങ്ങൾ, അത് അയാളുടെ ഒരു അനുഭവം നമുക്ക് കിട്ടുകയാണ്. ഇന്നസെന്റിന്റെ ചിരിയുണ്ട്, ക്യാൻസർ വാർഡിലെ ഇന്നസെന്റിന്റെ ചിരി. അത് വായിക്കുമ്പോഴാണ് രോഗികളായ നമ്മളും സന്തോഷവാന്മാരായി പിന്നീട് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുക. അനവധി എം ടി ബിയുടെയാണ് മരണപ്പെട്ടു പോയത്. എന്റെ വിഷയം അതല്ല. എന്തായാലും ഈ വായനാ ലോകത്തെ കേരളീയരെ വളരെ ഗൗരവമായി പരിചയപ്പെടുത്തിയ ആളാണ് IV ദാസ്. അയാളുടെ പേര് ശരിക്ക് ഇല്ലത്ത് വൈക്കര വീട്ടിൽ ഭുവനദാസ് എന്നാണ്. ആ പേരാണ് അദ്ദേഹം IV ദാസ് എന്ന് അറിയപ്പെട്ടത്. അദ്ദേഹം ദേശാഭിമാനിയുടെ ശക്തനായ ഒരു 10 വർഷക്കാലം ദേശാഭിമാനി വാരിക, ഇപ്പൊ വായിക്കുന്നുണ്ടോ എന്ന് അറിയില്ല, നമ്മുടെ അവിടെ വരുന്നുണ്ടോ? ഉണ്ട്. ദേശാഭിമാനി വാരിക ഇപ്പോഴും വളരെ കാലിക പ്രസക്തിയുള്ള വാരികയാണ്. നല്ല കഥകളായാലും നല്ല ലേഖനങ്ങളായാലും സാമ്പത്തിക വിശകലന റിപ്പോർട്ടുകളായാലും ദേശാഭിമാനി വായന അത് പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ ഗൗരവമായിട്ടാണ് വൈജ്ഞാനിക ലോകം കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവിത പുസ്തകം അല്ലെങ്കിൽ ആത്മകഥ പവിത്രൻ മൊഗേരിയാണ് എഴുതിയിട്ടുള്ളത്. ആ പുസ്തകത്തിന്റെ പേര് പവിത്രൻ മൊഗേരി എഴുതിയ ഈ പുസ്തകത്തിന്റെ പേര് ഹൃദയപക്ഷത്തിന്റെ സൂര്യശോഭ എന്നാണ്. ഹൃദയപക്ഷത്തിന്റെ സൂര്യശോഭ, അതായിരുന്നു മറ്റേ IV ദാസ്. ഹൃദയപക്ഷത്തിന്റെ സൂര്യശോഭ. അപ്പൊ ഈ ഹൃദയപക്ഷം എങ്ങനെ വന്നെന്ന് മനസ്സിലായ? ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ഗവൺമെന്റ് ഹൃദയപക്ഷ ഗവൺമെന്റ് ആണ്. ഓരോ വാക്കുകൾ ജനിക്കുമ്പോഴും ആ വാക്കിന് പല അർത്ഥത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്. അതാണ്. എന്തായാലും ഞാൻ അറിയും, ഭാര്യ സുശീല ടീച്ചറായിരുന്നു, മകൻ ഒരാളെ ഉള്ളൂ, ബാബു എന്നാണ് പേര്. വലിയ സാമ്പത്തിക പുരോഗതി ഒന്നുള്ള ഒരു മധ്യവർഗ കുടുംബമായിട്ട് തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അദ്ദേഹം മരിക്കുന്നത് 2010 ഒക്ടോബറിലാണ്. ഒക്ടോബർ 29-ാം തീയതിയാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം ധാരാളം ചെറിയ മാസികകളുടെ എഡിറ്ററായിരുന്നു. റോക്കറ്റ് എന്ന് പറയുന്ന ഒരു മാസിക വളരെ വേഗത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു മാസികയായിരുന്നു. അതുപോലെ തന്നെ പടകം എന്ന ഒരു മാസിക ഉണ്ടായിരുന്നു, അതിൻ്റെ പത്രാധിപരായിരുന്നു. നമ്മുടെ തൃശ്ശൂർ അദ്ദേഹം കുറേ നാൾ താമസിച്ച് ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. 4 വർഷക്കാലം അദ്ദേഹം തൃശ്ശൂർ ഉണ്ടായിട്ടുണ്ട്. അന്ന് ദേശാഭിമാനിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. നമ്മുടെ സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വളരെ ഗൗരവമായ പുസ്തകങ്ങളാണ്. പുസ്തകങ്ങളുടെ എല്ലാ പുസ്തകങ്ങളുടെയും പേര് പറയാൻ പറ്റില്ല. അവസാനം എഴുതിയ പുസ്തകത്തിന് വളരെ പ്രസക്തിയുണ്ട്. EMSഉം ജീവിതവും കാലവും. അദ്ദേഹം പല സ്ഥലത്തും അത് നോട്ട് ചെയ്തിട്ടുണ്ട്. EMSന്റെ വായന വളരെ വേഗത്തിൽ വായിക്കുന്ന ആളാണ്. സ്വാമി വിവേകാനന്ദൻ, നെഹ്റു, നമ്മളൊക്കെ വായിക്കുന്ന വേഗതയിലല്ല അവർ വായിക്കുന്നത്. ആ വായിച്ച് വായനയുടെ വേഗതയും വായനയെ ഉൾക്കൊള്ളാനും അത് പ്രകടിപ്പിക്കാനും അവരിലുണ്ടാക്കിയ യുക്തിചിന്ത, ശാസ്ത്രാവബോധം, ശാസ്ത്രീയ സമീപനം, ഇത് പതുക്കെ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. 1000-ലധികം പ്രഭാഷണങ്ങൾ അദ്ദേഹം ഒരു കൊല്ലം നടത്തിയത്. ഒരു കൊല്ലം 365 ദിവസമുള്ളൂ. 365 ദിവസത്തിൽ 1000-ലധികം പ്രഭാഷണം നടത്തി എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം 1, 2, 3 പ്രഭാഷണങ്ങൾ വായനയ്ക്ക് വേണ്ടി നടത്തി എന്ന് വെച്ചാൽ. അദ്ദേഹം ദേശാഭിമാനി സ്റ്റഡി സർക്കിളിലും പുരോഗമന കലാസാഹിത്യത്തിൻ്റെ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ഗ്രന്ഥശാല സംഘങ്ങളിലും സ്ഥിരം അദ്ദേഹത്തിന് പ്രഭാഷണത്തിന് വിളിച്ചാൽ അദ്ദേഹം പ്രഭാഷണം നടത്തുകയല്ല ചെയ്യുക, പഠിപ്പിക്കുക ചെയ്യുക, ക്ലാസ് എടുക്കുക ചെയ്യുക. കുട്ടികളെ മുന്നിലിരുത്തി ചോദ്യോത്തര രീതിയിൽ പഠിപ്പിക്കുകയാണ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന പുസ്തകം സാമൂഹിക ഭ്രാന്തുകൾ എന്നാണ്. സാമൂഹിക ഭ്രാന്തുകൾ, അന്ധവിശ്വാസം, കൂടോത്രം, മന്ത്രവാദം, അതിനൊക്കെ പൊളിക്കാനും അതിൻ്റെ ശാസ്ത്രം എന്താണെന്ന് പഠിപ്പിക്കാനും ജനങ്ങളെ വളരെയധികം. ഈ പുസ്തകത്തിന് ആധികാരികമായിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരാൾ പ്രവർത്തിക്കുന്നുണ്ട്, അനിൽ പറക്കാട്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ അറിയില്ല. പറ്റുമെങ്കിൽ നമ്മൾ വായനശാലയിൽ ഒരു ദിവസം വിളിച്ചു കൊടുക്കുന്നത്. ഇപ്പം നടക്കുന്ന എല്ലാ ഈ മതാന്തതയുള്ള കൂടോത്രങ്ങളുടെയും ശാസ്ത്ര രഹസ്യം ഇവിടെ അദ്ദേഹം അനാവരണം ചെയ്യും.
ഇവിടെ കാണിക്കാൻ കഴിഞ്ഞാൽ ആക്ടിവിറ്റി കാണിക്കാൻ പറ്റുന്നു. ആ ഇപ്പൊ കണലിലൂടെ നടക്കുക, നായമ്മ കൽപ്പുറം കത്തിക്കുക, കുന്തം കയറ്റുക. അറിവില്ലായ്മയാണ് നമ്മളെ ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന പുസ്തകമാണ് സാമൂഹ്യ ഭ്രാന്തുകൾ. ഇതൊക്കെ എന്തിനാണ് എന്നൊരു പുസ്തകമുണ്ട്. അത് വളരെ പ്രസിദ്ധമായ പുസ്തകമാണ്. പുസ്തകങ്ങളും മനുഷ്യരും എന്നൊരു പുസ്തകമുണ്ട്. പുസ്തകങ്ങളും മനുഷ്യരും എന്ന, അതൊക്കെ നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ടോ എന്ന് അറിയില്ല. ചിന്തയാണ് പബ്ലിക്കേഷൻ. അതൊക്കെ ചർച്ച തന്നെ സംഘടിപ്പിക്കണം, പുസ്തക ചർച്ച നടത്തണം നമ്മൾ. ഞാൻ ഈ മനുഷ്യന്റെ എൻ്റെ ഭ്രമം, ശിക്ഷയും വിമുക്തിയും, വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അന്വേഷണമാണ്. ഈ കുട്ടികളെ തല്ലുന്നതിനെ സംബന്ധിച്ച് കേരളത്തിലുണ്ടായ ആധികാരികമായ ആദ്യത്തെ പുസ്തകമാണ് ഇത്. അപ്പൊ നമ്മളെല്ലാവരും ആളുകളുടെ ഉള്ളിൽ എന്താ, തല്ലി ശരിയാക്കാന്നല്ലേ? ഐവിദാസാണ് തല്ലിയല്ല ശരിയാക്കേണ്ടത്, പഠിപ്പിച്ചാണ് ശരിയാക്കേണ്ടത് എന്ന് പറഞ്ഞത്. പഠിപ്പിക്കുക, അതിൻ്റെ ദോഷങ്ങൾ, ഗുണങ്ങൾ, അതിൻ്റെ മേന്മകൾ അത് പഠിപ്പിക്കുമ്പോൾ അയാൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. ഈ പുസ്തകത്തിൽ നിന്നാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നമ്മൾ ഏറ്റെടുക്കരുത്. ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുള്ള പരിപാടിയാണ്, ഞാൻ അതിനെ വിമർശിക്കുകയല്ല. എനിക്കുണ്ട് ഉദാഹരണേ. ഞാൻ കട്ടളപ്പൂർ സ്കൂളിൽ ഹെഡ് മാഷായിരിക്കുമ്പോൾ ഒരു എക്സൈസ് ഇൻസ്പെക്ടറെ വിളിച്ചു കൊടുത്ത് ക്ലാസ് നടത്തി. ക്ലാസ് നടത്തിയപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ വൈറ്റ്നർ ഉണ്ടോ? ഉണ്ട്. അത് ഈ പ്ലാസ്റ്റിക് ഉറയില്ലേ, അതിലേക്ക് ഇങ്ങനെ ചാമ്പുക. അപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കുക, എന്നിട്ട് അത് മൂക്കിനോട് ചേർത്ത് പിടിക്കുക, വലിക്കുക. ഇത് മയക്കുമരുന്നാണ്, 6 മാസം ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്, ചെയ്യരുത് കേട്ടാ. പിറ്റേ ദിവസം കട്ടിളപ്പോത്തും കുണ്ടാടത്തെയും വൈകുന്നേരമൊന്നും കടയിലില്ലാണ്ടായി. കാര്യം മനസ്സിലായോ? അരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനാണ് മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യന്റെ തലച്ചോറ് പ്രവർത്തിക്കുക. ഐവിദാസ ആദ്യമായിട്ട് ഇത് നമ്മളെ പരിചയപ്പെടുത്തിയ ആളാണ്. പഠിപ്പിക്കുകയാണ് വേണ്ടത്, ശിക്ഷിക്കുകയല്ല. ഈ സമയത്ത് ഒരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ഇതിന്റെ കൂടുതൽ വരാൻ നമുക്ക് ഭക്ഷണമുണ്ട്, ഒരുപാട് തിരക്കുമുണ്ട്. നമ്മുടെ അവിടെ ജയിലിന്റെ എണ്ണം കൂടുക കുറയുക, ജയിലിലെ ആളുകളുടെ എണ്ണം, ജയിലിന്റെ എണ്ണം കൂടുകയാണ്. ജയിലിന്റെ എണ്ണം അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന ആളുകളുടെ എണ്ണം കുറയണ രാജ്യങ്ങളുണ്ടാവും. ഉണ്ടല്ല കേട്ടാ, ലോകത്തിൽ അങ്ങനെ രാജ്യങ്ങളുണ്ടോ? ഇല്ല. ഇതാണ് മൈത്രേയൻ സാർ ഇടയ്ക്കിടയ്ക്ക് പറയണേ, വായിച്ചത് പോരാ. സന്തോഷത്തിന്റെ ഇൻഡെക്സ് ഉണ്ട്, സന്തോഷ സൂചിക. നമ്മുടെ നാട്ടിലൊക്കെ കഷ്ടപ്പാട് കൂടുതലല്ലേ, അപ്പൊ സന്തോഷ സൂചിക കുറയാണ്. അങ്ങനെ സന്തോഷ സൂചിക കൂടുന്ന രാജ്യങ്ങളുണ്ട്. അവിടുത്തെ പള്ളികളും ആരാധനകളിലും അടയുന്നുണ്ട്. ഇവിടെ ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല സ്പിരിച്വാലിറ്റി എന്താണ്, റിലീജിയസ് എന്താണ് നമുക്ക് മനസ്സിലായിട്ടില്ല. നല്ല മനുഷ്യനാകാൻ ഒരു കുഴപ്പമില്ല. നല്ല മനുഷ്യനാവുന്നതിന് പകരം അവനാന്റെ കാര്യമാണ് ശരി, അവനാൻ പറഞ്ഞോടത്താണ് വിജയം, അതിന് അധികാരം ഉണ്ടാവണമെന്ന് പറയുമ്പോൾ മാറി വന്നു. ഫിൻലാൻഡ്, ഡെൻമാർക്ക് തുടങ്ങിയ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ജയിലിൽ കിടക്കുന്ന ആളുകളുടെ എണ്ണം കുറയുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്ന കാലമാണ്. കേരളം അങ്ങോട്ട് മാറുന്ന കാലമായി. ഇന്ന് കക്കുന്നത് കുറ്റം, അത് നമുക്ക് തോന്നിയില്ലേ? പണ്ട് നമ്മൾ തേങ്ങ കട്ടിട്ടുണ്ട്, കോഴി കട്ടിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ കാക്കാൻ പോണ്ടോ? അങ്ങനെ നമ്മള് വിദ്യ കൊണ്ട്, അറിവ് കൊണ്ട്, സാഹിത്യം കൊണ്ട് നമ്മൾ നവീകരിക്കപ്പെടുകയാണ് വേണ്ടത്. അല്ലാണ്ട് വേറെ ആൾ കാണാതിരിക്കാൻ കക്കാതിരിക്കല്ല. വേറെ ആൾ കാണുമ്പോ അയാളെ കുറിച്ച് പറയല്ല. സ്വയം നന്നാകുന്ന പ്രക്രിയയിലേക്ക് അടുത്ത തലമുറയെ ബോധവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് വായനശാലകൾ ചെയ്യേണ്ട ദൗത്യം. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ഗുണമുണ്ടാവുന്നുണ്ട്. നമ്മുടെ അവനൊരു ഗുണം ഉണ്ടായിട്ടില്ലേ? വിദ്യാസമ്പന്നരാക്കുവരുടെ എണ്ണം കൂടി,
മാന്യമായി ജീവിക്കുന്നവരുടെ എണ്ണം കൂടി, ജീവിത നിലവാരം കൂടി. നമ്മുടെ നാട്ടിലെ മഞ്ഞളും നമ്മുടെ നാട്ടിലെ കുരുമുളകും നമ്മുടെ നാട്ടിലെ ചാനിമീറ്റയുടെ ഒപ്പം നമ്മളിങ്ങനെയായേ? അങ്ങനെയാണോ ആവണേ? നമ്മുടെ മക്കളെ പഠിപ്പിച്ച് വിവിധ രാജ്യങ്ങളിലേക്ക് ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യവിഭവം അയച്ച് അവർ തരുന്ന വരുമാനം കൊണ്ട് നമ്മളിങ്ങനെ സമ്പന്നരാവണേ. അതിന്റെ അടിസ്ഥാന ഘടകം എന്താ? വായനയാണ്, പുസ്തക സ്നേഹമാണ്, മതേതരത്വ ചിന്തയാണ്. നമുക്ക് ഏത് രാജ്യത്ത് പോയാലും നമ്മുടെ കുട്ടികൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട് വരുന്നില്ല. നമുക്ക് അറിയാം അല്ലേ, ഇവിടെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യനും പാഴ്സിയും ഒക്കെ നമ്മളൊക്കെ മനുഷ്യരാണെന്ന് അറിയാം. അവന്റെ സങ്കടം എൻ്റെ സങ്കടമാണെന്ന് അറിയാം. അത് പഠിപ്പിച്ചത് ഗ്രാമീണ വായനശാലകളാണ്. ആ പഠന പ്രക്രിയയിൽ സജീവമായി പങ്കെടുത്ത ആളാണ് IV ദാസ് എന്ന മനുഷ്യൻ. മനുഷ്യത്വത്തിന്റെ ആൾരൂപമായ മനുഷ്യൻ. അദ്ദേഹം കിഴക്ക് സംഘാടകനല്ലേ, 1000 പ്രഭാഷണം നടത്തിയ ആള്. MLA വാങ്ങിയതിന്റെ ഈ പരിശോധിച്ച് ഞാൻ അത്ര ചരിത്രത്തിൽ ഈ ജീവചരിത്രത്തില് ഇല്ല. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അദ്ദേഹം ആയിട്ടില്ല. അപ്പൊ നമ്മുടെ ആളുകൾ എന്തിനാ പറഞ്ഞേ? ഇവിടെ വന്ന എന്തിനാ അടിക്കണം? ഇതാവുമോ? ഞാൻ നിർത്തുകയാണ്. എനിക്ക് 1-2 സന്തോഷങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഇവിടെ കണ്ടു. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒന്ന്, നമ്മുടെ വിനോദിൻ്റെ പാട്ട്. അടുത്ത ദിവസം നമുക്ക് പക്ഷാചരണം ഉണ്ടെങ്കിൽ ഈ 15 ദിവസവും വിനോദിൻ്റെ പാട്ടെന്നല്ല, നമ്മുടെ നാട്ടിലെ എല്ലാ പാട്ടുകാരെ കൊണ്ടും ഓരോ പാട്ട് പഠിക്കാൻ പറ്റുമോ? നമ്മുടെ കുട്ടികളെ സംഘടിപ്പിച്ച് കവിത ചൊല്ലിപ്പിക്കാൻ പറ്റുമോ? ഈ സംസാരത്തിനിടയ്ക്ക് മികച്ച പുസ്തകങ്ങളുടെ ചർച്ച സംഘടിപ്പിക്കാൻ പറ്റുമോ? ഒരു നല്ല മാതൃക വിനോദ് വികസിപ്പിച്ചു. അത് നമ്മൾ കൈയടിച്ച് സ്വീകരിക്കണ്ടേ? അപ്പൊ ഈ ആളില്ല എന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല. ഇതിപ്പോ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ പറയുന്നു നിങ്ങൾ കേൾക്കുന്നു എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടല്ലോ, അതൊക്കെ ഏറ്റവും ലഭിച്ച ഏർപ്പാടാ. എല്ലാവരും കൂടി പങ്കെടുക്കുക, എല്ലാവരും കൂടി ചെയ്യുക, എല്ലാവരും കൂടി അത് നടത്തുക എന്ന ആശയം വരുമ്പോഴേ ഇത് നന്നാവുള്ളൂ. അതാണ് വാസേട്ടൻ തുടങ്ങിയത്. അതാണ് രണ്ടാമത്തെ കാര്യം. കുറേശ്ശെ ഭക്ഷണം കയ്യോളം കൊടുത്തു. ഇത് വില കുടിച്ച വലിയ വില പിടിച്ചുണ്ടായ ആളെ വിഷമത്തിലാക്കണ പോലത്തെ വേണ്ടെന്നേ. കപ്പിയും ചമ്മന്തിയാവാം, പഴയത് അറിയില്ലല്ലോ ആളുകൾക്ക്. വല്ല അമ്മൂമ്മമാര് സംഘടിപ്പിച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുക, അതായത് കുറേശ്ശെ കൊടുക്കുക. ഈ മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാ ഉണ്ടാക്കണേന്ന് പഠിപ്പിക്കുക. ഞാൻ പറഞ്ഞോണ്ട് ഇത് അച്ചു പോകണമെല്ലാം പിടിച്ചു നിർത്തണ്ടേ? നമുക്ക് ആരും വരുന്നില്ല കേട്ടാ, കുട്ടികൾ വരുന്നില്ല, യുവാക്കൾ വരുന്നില്ല, സ്ത്രീകൾ വരുന്നില്ല. അവരെ ആകർഷിക്കാൻ പറ്റുന്ന ക്യാമ്പയിനുകൾ പുരോഗമനപരമായിട്ട് സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ വാസേട്ടന്റെ ഈ മാതൃക വികസിപ്പിച്ചു. അപ്പൊ വാസേട്ടന് തുടങ്ങിക്കോ. വാസേട്ടൻ എവിടെയാ? കണ്ട ഭക്ഷണം എടുക്കാൻ പോയിണ്ടാവും. കണ്ടാ ആളുടെ ജോലി എവിടെയാ? അത് നമുക്ക് വായനശാലയ്ക്ക് കൂടെ തന്നെയാ, മോശമൊന്നുമല്ല. മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. വായനശാല പ്രവർത്തകർ ഏറ്റെടുക്കുന്ന ഈ ദൗത്യം തികച്ചും മാതൃകാപരമാണ്. എന്തായാലും ജെയിംസ് സാറായാലും നജീബ് സാറായാലും വാസേട്ടനായാലും കണ്ട, ഇതിപ്പോ നാരായണേട്ടനോട് പറഞ്ഞിട്ടാണോ നാരായണേട്ടൻ വീട്ടിൽ നിന്ന് പറഞ്ഞത്? കാശ് കൊടുത്തിട്ടുണ്ടാവും ഇല്ലേ? കാശ് കൊടുത്തിട്ടുണ്ടാവും. അറിയാണ്ട് നജീബ് സാർ അത് കൊടുന്ന് വെച്ചോ, നാരായണേട്ടൻ നമുക്ക് ഒരു കുറച്ച് നേരം കാണാം ആണോ? ബൊക്കെ ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവരാൻ മറന്നു, സങ്കടം. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ദിവസം ഒരു പൊന്നാട നാണ്ടിക്കാൻ നിൽക്കാം. ആലോചിച്ചൂടെ? നമ്മുടെ നാട്ടിലൊരു കലാകാരനല്ലേ? ഇതിങ്ങനെ ഇപ്പഴല്ല പറയണ്ടേ, ഇത് മുൻകൂട്ടി ആലോചിച്ച്. ഇതുപോലെ വേറെ പ്രത്യേകതയുള്ള ആളുകളൊക്കെ ഉണ്ടാവുന്നേ. ഇതൊക്കെ ഈ വായനശാല പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ്. അവരല്ലേ നമുക്ക് തന്നുപോയത്. ഈ മതേതരത്തിന്റെ ചിന്ത നമുക്ക് തന്നുപോയത് അവരല്ലേ. ഞാൻ ഈ നാട്ടിൽ വരുമ്പോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വിനോദിന്റെ അച്ഛനാ. ഞാനും അദ്ദേഹമായിട്ട് ഒരു പ്രായബന്ധവുമില്ല, ഒരു പ്രായബന്ധവുമില്ല. പഴയ തലമുറയിൽ നിന്ന് പുതിയ തലമുറയിലേക്ക് മതേതരത്വത്തിന്റെ, മനുഷ്യത്വത്തിന്റെ, സ്നേഹത്തിന്റെ
അല്ലേ? അത് കടത്തിയെടുക്കണ്ടേ? ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ജയകൃഷ്ണൻ വന്നപ്പോൾ അവൻ PhD കിട്ടിയവന്. നന്നായിട്ട മോനെ. മാഷോട് സ്വകാര്യം പറയാം. ഞാനൊരു റണ്ണേഴ്സിൽ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്തി. ഞാൻ നല്ല മറന്നു പോയിട്ടുണ്ടായിരുന്നു. കാണാൻ ആരും വന്നില്ല. 10 പാഞ്ചാലി, ബൈസിക്കിൾ തീഫ് തുടങ്ങുന്ന CD ഒക്കെ അവൻ സംഘടിപ്പിച്ചിട്ടാണ് നടത്തിയത്. അവൻ പറയാ, അത് എനിക്ക് നൽകിയ ഊർജം ഉണ്ടല്ലോ, ഇപ്പൊ റിസർച്ചിന് പോയപ്പോ സഹായമായിരുന്നു. റിസർച്ചിന് പോയപ്പോ ആരും എന്റെ ഗവേഷണം മുന്നോട്ട് പോകുന്നു. എന്തിനു വായനശാലകളിൽ കുട്ടികൾ ഇടപെടണമെന്ന് മനസ്സിലായോ? വർത്തമാനം പറയാൻ, സ്റ്റേജിൽ അല്ലേ കാലുവറയില്ലാണ്ട് 2 വാക്ക് പറയാൻ, സമൂഹത്തിന്റെ മുന്നിൽ പ്രശ്നങ്ങൾക്ക് നേരിടാൻ, സങ്കടങ്ങളെ അതിജീവിക്കാൻ, രോഗങ്ങളെ അതിജീവിക്കാൻ. ഇപ്പൊ എന്താ നേരിടുന്ന വെല്ലുവിളി? നേരിടുന്ന വെല്ലുവിളി എത്രയാ? ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ജേണൽ വായിച്ചിട്ട് 19,000 ഡിവോഴ്സ് കേസാണ് എറണാകുളം ജില്ല 1ാം സ്ഥാനം. ഒരു കൊല്ലത്തിന്റെ ഉള്ളിലാണ് 19,000 ഡിവോഴ്സ്. തൃശ്ശൂർ ജില്ല 2, 18,000. കാര്യം മനസ്സിലായോ? ഒന്നിച്ചു പോകാൻ കുട്ടികൾക്ക് കഴിയാത്ത വിധം ഒരു സാമൂഹിക സാഹചര്യമാണ് വളർന്നു വരുന്നത്. അത് മുഴുവൻ കുറ്റമായിട്ട് പറയല്ല കേട്ടാ. ചേരാവുന്നത് ചേർന്ന് പറയാൻ മതി. പഴയ കാലത്തെ പോലെ സഹിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള അർത്ഥത്തിലൊന്നല്ല ഈ പറയുന്നത്. എന്തോ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ പുതിയ തലമുറ, പുതിയ വിശേഷം ഞാൻ പറയാം. കുട്ടികൾ വേണ്ട. ഒരു നല്ല സമൂഹത്തിന് അത് സ്വീകാര്യമാണോ? മനുഷ്യകുലം ഭൂമിയിൽ വേണ്ടേ? വേണ്ട. നമ്മുടെ പാട്ട് എന്തായിരുന്നു? പഴയ കാലത്തെ പാട്ട്, കാനന ചായയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. അപ്പൊ തിരിച്ചു പാടുന്നുണ്ട്. എന്താ? പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും. ഐസ്ക്രീമോ കിട്ടിയ പെൺകുട്ടി 3 കൊണ്ടുവരും അല്ലേ? എത്ര മനോഹരമായ പ്രണയത്തെ, സ്നേഹത്തെ, ആ വൈകാരികതയെ എത്ര നാൾ താലോലിച്ചു മനുഷ്യര്. അവർക്ക് താലോലിക്കാൻ കഴിയണില്ല. ഒരു അൽഫാം കഴിച്ച സ്നേഹമായി, അടുത്ത അൽഫാം കഴിച്ച അവളെ പിരിഞ്ഞു. ഇതൊക്കെ വായനശാലയുടെ ഇടപെടലിന്റെ കുറവാണ് എന്ന് നമുക്ക് തിരിച്ചറിയണ്ടേ? ആത്മഹത്യ നാട്ടിൽ കൂടുന്നു, നമ്മൾ തിരിച്ചറിയണ്ടേ? സമൂഹത്തെ ഛിന്ന ഭിന്നമാക്കുന്ന പല കാര്യങ്ങളും സാഹിത്യകാരന്മാർ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അംബികാസുധൻ മാങ്ങാട് പറഞ്ഞു വെച്ചത് അല്ലേ പ്രാണവായുവിന്റെ കഥ. ഓക്സിജൻ മാസ്ക് 60 വയസ്സുകാരെ എന്നൊക്കെ എടുത്ത് 18 വയസ്സുകാർക്കും 12 വയസ്സുകാർക്കും വെക്കുന്ന 10 കൊല്ലം മുമ്പ് അംബികാസുധൻ മാങ്ങാട് പറയുമ്പോ അതൊന്നും ഉണ്ടാകാൻ പോണ കാര്യമില്ല എന്ന് പറഞ്ഞു. കോവിഡ് വന്നപ്പോ ഉണ്ടായി. കാലത്തെ മുൻകൂട്ടി പ്രവചിക്കുന്നവരാണ് സാഹിത്യകാരന്മാർ. ആ സാഹിത്യകാരന്മാരുടെ നല്ല പുസ്തകങ്ങളെ, നല്ല കവിതകളെ, നല്ല ലേഖനങ്ങളെ ചർച്ചയ്ക്കെടുക്കുമ്പോഴാണ് അവരുടെ അനുഭവം നമുക്ക് ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ പ്രതിവിധി ഉണ്ട് എന്ന് മനസ്സിലാവും. വായിക്കാത്തൊരു അനുഭവമേ ഉള്ളൂ. വായിച്ചവർക്ക് നൂറുകണക്കിന് ആളുകളുടെ ജീവിതത്തിന്റെ അനുഭവമാണ് ഉണ്ടാകുന്നത്. ഞാൻ നിർത്തുകയാണ്. ഇങ്ങനൊരു അവസരം തന്നതിൽ ഹൃദയത്തോട് ചേർന്ന് റണ്ണേഴ്സ് ലൈബ്രറിയോടുള്ള സ്നേഹം പങ്കുവയ്ക്കുന്നു, ആദരവ് പങ്കുവയ്ക്കുന്നു. അന്നും എന്നും എത്ര വയ്യെങ്കിലും റണ്ണേഴ്സ് ലൈബ്രറിയുടെ ആക്ടിവിറ്റിക്ക് ഒരു സ്ഥാനമാനവും വേണ്ട, ഒരു ആലങ്കാരികതയും വേണ്ട. ഇതിനോടൊപ്പം സഞ്ചരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. നന്ദി.